ഈശോ മിശിഹായ്ക്ക് സ്തുതി അറിയട്ടെ. ജപമാല മാസത്തിലെ 23-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് നമുക്കായി നൽകിയ വലിയ ഒരു സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ പരിശുദ്ധ കന്യകാമറിയത്തെ സ്മരിക്കുവാനായിട്ട് സഭ നൽകിയ വലിയൊരു ആയുധമുണ്ട്. അതാണ് ജപമാല. നമ്മൾ ജപമാല മാസത്തിൽ ആയിരിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചരിത്രം അറിയുന്നത് ഏറെ അനിവാര്യമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദിമ ക്രൈസ്തവർ തങ്ങളുടെ പ്രാർത്ഥനയിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് കർത്തൃപ്രാർത്ഥനയായിരുന്നു. ഒപ്പം തന്നെ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളും കാലം കടന്നുപോയി 10-ാം നൂറ്റാണ്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിൽ മാതാവിനോട് സവിശേഷമായ ഒരു ഭക്തി ഉണ്ടായി. 13-ാം നൂറ്റാണ്ടിൽ അന്ന് ജീവിച്ചിരുന്ന സ്പെയിൻകാരനായ ഡൊമിനിക് എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ യൂറോപ്പ് മുഴുവൻ ബാധിച്ചിരിക്കുന്ന അൽബജേസിയൻ പാഷണ്ഡതയെ ഇല്ലാതാക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് പറഞ്ഞു അത്രേ: ഇത് ചൊല്ലി നീ പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന സകല കാര്യങ്ങളും നിനക്ക് സാധ്യമാകുമെന്ന്. പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ പാഷണ്ഡതയെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, മദർ തെരേസയോട് ഒരിക്കൽ പോലീസ് അധികാരികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടോ എന്ന്. അമ്മ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, അത് ജപമാലയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയുടെ ആയുധമാണ് ജപമാല. ഈ ആയുധം കയ്യിലെടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ജീവിതം ശക്തിയുള്ളതാവും, നന്മ നിറഞ്ഞതാകും, ദൈവാനുഗ്രഹപ്രദമാകും, അഭിഷേകമുള്ളതാകും. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.